ഓ ബ്രോ ദാവീദ് കിൻഡലിടി ക്ലാഷ് തൂക്കി എന്തൊക്കെയായിരുന്നു. സത്യത്തിൽ ഒരു ആവറേജ് സിനിമ ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടിട്ട് ആ സിനിമയുടെ ഒരു വെർഡിക്റ്റ് തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഒരു ഉദാഹരണമാണ് ദാവീദായിട്ടാണ് തോന്നിയത്. സത്യത്തില് പടം ഫസ്റ്റ് ഹാഫും ക്ലൈമാക്സിൽ ഒരു 20 മിനിറ്റ് വരെ എന്താണ് എന്ന് ഈ കേട്ട റെസ്പോൺസും അത് ഇതൊക്കെ എന്താണ് ഇതെല്ലാം പെയ്ഡായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ഒരു ചെറിയൊരു മിഡ് പടം ആ ഒരു ഫീലാണ് പടം ഉണ്ടായിരുന്നത്. എനിക്കൊരു ആവറേജ് ഫീലേ തോന്നിയിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ലതും പറയാനില്ല, അത്രയ്ക്ക് മോശം പറയാനില്ല. നല്ലൊരു സിനിമ, സത്യത്തിൽ ബോക്സിംഗ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം തുടങ്ങിയപ്പോ എന്താണ് ഒരു ഫാമിലി ഡ്രാമ, ഒരു കുടുംബത്തിലെ പ്രാരാബ്ദം, കൊച്ചുകുട്ടി. എന്തോ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൊള്ളാം. പെപ്പയിനകത്തോട്ട് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അടുത്ത സീൻ എന്താണ്, എന്താണ് നടക്കാൻ പോകുന്നത് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാനും പറ്റും. ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. എന്നാലും ദാവൂദിന്റെ മാർക്കറ്റിംഗ് കൊള്ളാം. സംഭവം ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് പടമാണെന്നുള്ള തെറ്റിദ്ധാരണ വെച്ചിട്ട് ഒരു ഫാമിലി ഡ്രാമയുടെ ക്ലൈമാക്സിൽ ഒരു ബോക്സിംഗ് കയറ്റിയിട്ട് ഒരു മോട്ടിവേഷൻ, സ്പോർട്സ് ഡ്രാമ തന്നെ, അതിൽ സംശയമൊന്നുമില്ല. ഒരു അരമണിക്കൂർ പോലും ഇടിയില്ലാത്ത ഒരു സ്പോർട്സ് ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആകെ ഒരു ഫൈറ്റിന് വേണ്ടി കണ്ടിരിക്കുക. അതിൽ കൂടുതൽ ഫാമിലിയും അവിടുത്തെ കൊച്ചിന്റെ കാര്യവും സൈജു കുറുപ്പിന്റെ കോമഡിയും മൊത്തത്തില് സത്യത്തിൽ ഇതൊരു ബോക്സിംഗ് പടം എന്ന് പറയാനില്ല. ശരിക്കും ബോക്സിംഗ് അല്ല ഇതിന്റെ മെയിൻ തീം. ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു ബോക്സിംഗ് പാർട്ട് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ബോക്സിംഗ് എന്നായി. സത്യത്തിൽ ഒരു ട്രെയിലറും കൂടി ഇറക്കിയായിരുന്നെങ്കിൽ ഇതിന്റെ പടത്തിന്റെ ടെംപ്ലേറ്റ് കാണാതെ തന്നെ നമുക്ക് മനസ്സിലായേനെ. സ്ഥിരം ഇങ്ങനത്തെ ഒരു പടത്തിൽ വരുന്ന ടെംപ്ലേറ്റ് സാധനം, പക്ഷെ ലാസ്റ്റ് ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷെ അത് പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. അത് എനിക്ക് തോന്നി. പിന്നെ ഫൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവര് ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്ക്രീനിൽ കാണാനില്ല. മേക്കിംഗ് കൊണ്ട് ജസ്റ്റ് ഫൈറ്റിന്റെ ഇമ്പാക്ട് അറിയിക്കാൻ ക്യാമറ കുലുക്കുന്നതല്ലാതെ ആ ഒരു ഇടി കട്ട് ചെയ്യേണ്ട കുറെ സീനുണ്ട്. ആ ഫാമിലി സാധനമൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്? കുഞ്ഞിന്ന് പറഞ്ഞിട്ട് അവരെ ലൈഫ് കാണിക്കാനാണ് ഒരു പാട്ട്, ഫെജയുടെ ഒരു പാട്ടുണ്ട്. അത് തന്നെ ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നി. പിന്നെ കുറെ സാധനം സിനിമയുടെ ഒരു കണ്ടന്റിൽ നിന്ന് മാറി പലയിടത്തും പോകും. അത് സെക്കൻഡ് മാറുന്നില്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഹിന്ദിയിലുള്ള സുൽത്താൻ ആണെങ്കിലും ദങ്കറാണ്ട് അവർ ഇമോഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഇമോഷൻസ് ആയിട്ട് കൺവേ ചെയ്ത സ്പോർട്സ് ഡ്രാമ പോകുന്നുണ്ട്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ രണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്പോർട്സ് ഫീൽ ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ആ സെക്കൻഡ് ഹാഫിലെങ്കിലും പടത്തിന്റെ ഒരു മൂഡ് മാറ്റായിരുന്നു. അതിന്റെ ഇടയ്ക്കും ഫാമിലി കൊണ്ടുവന്നിട്ട് 90% പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് കണ്ടുണ്ട് എത്ര നേരം വെച്ചാൽ നമ്മൾ പ്രാക്ടീസും കണ്ടിരിക്കുന്നത്. എന്നാലും ഇമോഷണലി എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനായിരിക്കും സത്യം പറയാ പെപ്പയ്ക്ക് ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടർ ഒന്നും അല്ല. ഫുള്ളൊരു ഇമോഷനും പിടിച്ചുകൊണ്ട് ഒന്നും അങ്ങോട്ട് കണക്ട് ഒന്നും ആയില്ല. ആകെ ലാസ്റ്റ് ആ ഒരു വിജയരാഘവന്റെ ആശാൻ പാട്ടിലെ കുറച്ച് ഫൈറ്റ് സീൻസിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സാധനം കിട്ടി. പോലുള്ള പടങ്ങളാകുമ്പോൾ നമ്മളിപ്പോ പെപ്പയുടെ ഒരു ഇടി എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫീലിംഗ്, ആ പഞ്ച് കുറവാണ് മൊത്തത്തിൽ. അതേ ഉള്ളൂ. ഒരു ക്ലൈമാക്സ് രക്ഷിച്ചെടുത്ത ഒരു പടം, അത്രേ ഉള്ളൂ. എന്നാലും ഈ ക്ലാഷ് റിലീസിന് ഇറങ്ങിയ പടങ്ങളുടെ റിവ്യൂസ് ആണ് കോമഡി. നിങ്ങളെല്ലാ മെയിൻ റിവ്യൂസിന്റെ കമന്റ് ബോക്സിലും പോയി നോക്കിയാൽ മതി. എല്ലാവരും ഇപ്പൊ പെയ്ഡാക്കി വെച്ചേക്കാണ്. കാരണം ആൾക്കാരെ റിവ്യൂ എല്ലാം പല ഇതാണ്. ഞാൻ റെസ്പോൺസ് എടുത്തിട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിൽ ആൾക്കാർ സത്യം പറയുകയാണോ ഇത് പെയ്ഡ് റിവ്യൂ ആണോ എന്നൊക്കെ. കാരണം അങ്ങനത്തെ റിവ്യൂസ് ആണ് ഈ പ്രാവശ്യം ഇറങ്ങിയ പടത്തിനെല്ലാം. ഇത്തരം 3 സിനിമയുടെ വെർഡിക്റ്റ് അതായിരുന്നു. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാവോ? അതാണ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് മാറിക്കൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഇതെല്ലാം. അപ്പൊ എന്തായാലും പടം കണ്ടവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയുക. പെപ്പയുടെ ദാവൂദ് ക്ലാഷ് തൂക്കി പറയാൻ മറന്നു പറഞ്ഞു. പക്ഷെ മെയിൻ കാര്യം പറഞ്ഞില്ല, വില്ലന്റെ കാര്യം പറഞ്ഞില്ല. വില്ലൻ കൊള്ളായിരുന്നു കേട്ടോ. വില്ലന്റെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തോ സിനിമയുടെ അതുകൊണ്ട് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക്, പോസ്റ്റർ ആണ് ഇത് സൂം ഉണ്ടാ, ആ ബാക്കിലൊരു പോസ്റ്റർ കണ്ടപ്പോഴാണ് മെയിൻ ഒരു ക്യാരക്ടറിനെ മറന്നുപോയത്. പറയാൻ വില്ലന്റെ പേരെന്ന് പറഞ്ഞേ കണ പറ. അതാണ് വില്ലന് ആ ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. അതാണ് ബീജിയൊക്കെ ഒക്കെ കൊള്ളാം വില്ലനോട്. വില്ലൻ AK അഹമ്മദ് കബീറോ അൽ ഖാദിരിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ബിൽഡപ്പ് കൊടുത്തു. പക്ഷെ എല്ലാം തന്നെ വില്ലന്റെ BGM ഇനി കാണാൻ പോകുന്ന ശ്രദ്ധിക്കണം കേട്ടോ. മറ്റേ പാടാ ആ BGM ഒക്കെ ഇട്ട ഒരു അറബിക് ടച്ച് ഒക്കെ കൊടുത്തുള്ള ഒരു പരിപാടിയാണ്. ഇന്റർനാഷണലി ഇത്രയും ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് ഇവിടെ ഓപ്പോസിറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. ആ ഒരു
സംഭവം മാച്ച് ആവുന്നില്ല. സത്യത്തിൽ വില്ലനെ പിടിച്ച് മാച്ചൊന്നുമില്ല, സിനിമ കണക്കിലാണല്ലേ. വില്ലനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധനമൊന്നും പെപ്പയ്ക്ക് എവിടെയും ഉണ്ടായില്ല. സത്യത്തില് ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റിലെക്കാട്ടിലും ഫിസിക്കും ലുക്കും ഒക്കെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനിലുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അതിലും കൂടുതൽ ആ ഒരു ക്ലൈമാക്സിൽ പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഈ വർക്കൗട്ട് ചെയ്തതിന്റെ ഒന്നും കാണാനില്ല. ഇവര് ക്ലൈമാക്സിൽ എനിക്ക് തോന്നുന്നു അവര് കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്കിലും ആ ഒരു ലുക്കെങ്കിലും ട്രിം ചെയ്തായിരുന്നെങ്കിൽ ലുക്കെങ്കിലും മാറ്റിയൊരു ഇത് ക്ലൈമാക്സ് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. മതി. ഓക്കെ, അതൊക്കെ വേണ്ട നിൽക്കുന്നു. പാൻ ഇന്ത്യൻ ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ, സിനിമയിലില്ല. പാൻ ഇന്ത്യൻ ദുൽഖറിന്റെ അടുത്തൊരു ഇടിപ്പടം വരണം. വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്.